അത് അയാൾ തീരുമാനിക്കട്ടെ. അയാൾ മണ്ഡലത്തിൽ വരണോ, എപ്പോൾ വരണോ വേണ്ടേ എന്നുള്ളത് അയാൾ തീരുമാനിക്കട്ടെ. കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുത്തു കഴിഞ്ഞു. അല്ല, അതിൽ ഞാൻ കണ്ടു ഒരു മാധ്യമ പ്രവർത്തകൻ, അതും എൻ്റെ പേരെഴുതിയിട്ട് പിന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ പ്രതികരണമൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ ഒരു അജണ്ട, അതും കൂടെ എൻ്റെ തലയിലിരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന തരത്തിൽ ഞങ്ങളൊരു കാര്യം പറയാം. തീർത്തും ഒരു തരത്തിലുള്ള ഒരു ഹോണ്ടിങ് മെൻറ്റാലിറ്റിയോട് കൂടി തന്നെ വാർത്ത കൊടുക്കുന്ന ചില മാധ്യമ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ മാധ്യമ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും ഒരു വാർത്തയുടെയും പേരിൽ അതിന് പിന്നെ ഒരിക്കലും ഒരു ഫിസിക്കലായിട്ടുള്ള അപ്രോച്ചൊന്നും ഞങ്ങളുടെ ശൈലിയോ തീരുമാനങ്ങളോ അല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമില്ല. മാധ്യമ പ്രവർത്തകർ പിന്നെ വാർത്തകൾ ഈ പറയുന്ന പോലെ തീർത്ത് വേഗവശീയമായി കൊടുക്കുന്ന ഒട്ടേറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചും, ചില മാധ്യമങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പല ഇൻസിഡൻറ്റിനോടുള്ള അവരുടെ പ്രതികരണങ്ങൾ അങ്ങനെയല്ല. സെലക്റ്റീവായിട്ടുള്ള ചില പ്രതികരണങ്ങൾ, സെലക്റ്റീവായിട്ടുള്ള ചില ധാർമ്മിക ബോധ്യങ്ങൾ, അത് പക്ഷേ എല്ലാത്തിനും അപ്ലിക്കബിൾ അല്ല. അപ്പം അങ്ങനെയുള്ള വാർത്ത എന്നാലും ഞാൻ പറയുന്നു, ഞങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ അങ്ങനെ അത്തരം വാർത്തകളോട് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളോട് പറയാന്നുള്ളതല്ലാതെ മറ്റ് സമീപനങ്ങളൊന്നും ഞങ്ങൾ പിന്തുണയ്ക്കില്ല.